നമസ്കാരം എല്ലാവർക്കും. ഇനി നമ്മൾ ഈ രാജസൂയത്തിൻ്റെ അവസാനം അഗ്രപൂജ എന്നൊരു ധർമ്മമുണ്ട്. അതുകൂടെ കഴിഞ്ഞാലേ ഇത് പൂർത്തിയാവുള്ളൂ. അതിൻ്റെ എല്ലാ വശവും പൂർത്തിയാവണമെങ്കിൽ, എല്ലാ ഭാഗ്യമോ എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ, അനുഗ്രഹങ്ങളൊക്കെ കിട്ടണമെങ്കിൽ രാജസൂയയാഗത്തിൻ്റെ അവസാനമായി അഗ്രപൂജ നടത്തണം. ഈ അഗ്രപൂജ പറഞ്ഞാൽ എന്താണ്? ശ്രേഷ്ഠ ബ്രാഹ്മണരെയോ ക്ഷത്രിയയോ അല്ലെങ്കിൽ ഈശ്വരതുല്യന്മാരായ എല്ലാം തികഞ്ഞ ഒരാളെ ഇരുത്തി അദ്ദേഹത്തെ പൂജ ചെയ്ത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ ആശംസകൾ വാങ്ങുക എന്നതാണ്. അപ്പോൾ ഇതിന് ശ്രേഷ്ഠനായ ഒരാളെ കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയുള്ള ചർച്ചകളായി. അപ്പോൾ ചിലർ പറഞ്ഞു കർണനെ എടുക്കാൻ പറഞ്ഞു, തള്ളിവിട്ടു. ഒരാൾ പറഞ്ഞു ഭീഷ്മരായാൽ പറ്റും, ഏറ്റവും വയസ്സായ ആളുമാണ്, എല്ലാം തികഞ്ഞ ആളുമാണ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. കാര്യങ്ങളൊക്കെ ശരി, അദ്ദേഹത്തെ ഇരുത്താം, അദ്ദേഹത്തിന് തുല്യം ആരുമില്ല. പക്ഷേ അദ്ദേഹം അവിവാഹിതനാണ്, അതായത് ബാച്ചിലറാണ്. അങ്ങനത്തെവർക്ക് അർഹതയില്ല, എല്ലാം തികയണം, അർഹതയില്ല. പിന്നെ ആരാണ്? കർണൻ. ദാനശീലനാണ്, എല്ലാം കൊണ്ടും ഇതന്നെയാണ്. പക്ഷേ സൂതപുത്രനാണ്. അങ്ങനെയുണ്ട്. ഇനി ഇവർ രണ്ടുപേരെയും ഒന്ന് എങ്ങനെയെങ്കിലും നമ്മൾ ഇതൊക്കെ തല്ലി എടുക്കുക പറഞ്ഞാൽ ദുര്യോധനൻ സമ്മതിക്കില്ല. അവിടെ ഒരു ലഹള വരും. അപ്പം എന്താ ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ അദ്ദേഹം ധർമ്മപുത്ര ഒടുവിലത്തെ ആയ സഹദേവനോട് ചോദിച്ചു. സഹദേവനോട് എല്ലാം ചോദിക്കുന്നത്, കാരണം അത് അദ്ദേഹം ഒരു ജ്യോത്സ്യം കൂടിയാണ്, അതിബുദ്ധിമാനാണ്. അദ്ദേഹം പറഞ്ഞു ഒരിക്കലും തെറ്റില്ല. അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു, ജ്യേഷ്ഠ, ഇതിന് എന്താ ഇത്ര വലിയ ചിന്തിക്കാനുള്ളത്? ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല. സാക്ഷാൽ കൃഷ്ണൻ അവിടെ ഇരിക്കുമ്പോൾ ഇതിലധികം വലിയ ആൾ ലോകത്തുണ്ടോ? അദ്ദേഹം തന്നെ വേണം എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും സമ്മതമായി. അങ്ങനെ കൃഷ്ണനെ വിളിച്ചു വരുത്തി സ്വർണ്ണപീഠത്തിലിരുത്തി. ഇവരുടെ എല്ലാം ഭാര്യമാർ സ്വർണ്ണത്തളികയിൽ പുഷ്പങ്ങൾ കൊണ്ടുവന്നു. പാഞ്ചാലി സ്വർണ്ണക്കിണ്ടിയിൽ ഗംഗാജലവും മറ്റു ജലങ്ങളും കൊണ്ടുവന്നു. അർജുനൻ, ഭീമൻ, സഹദേവന്മാരൊക്കെ വെഞ്ചാമരയും ആലവട്ടവും ഒക്കെ വീശാൻ തുടങ്ങി. ശ്രീകൃഷ്ണൻ അവിടെ ഇരുന്നു. അഗ്രപൂജകൾ തുടങ്ങി. വരട്ടെ, അവിടെ ചേതി രാജാവായ ശിശുപാലനും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇത്രയധികം രാജാക്കന്മാരുണ്ടായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് എണീച്ചു. ഉഗ്രസേനനെ പോലെ ധൈര്യത്തോടെ പോലെ എണീച്ചു പറഞ്ഞു, ഹേ പാണ്ഡവന്മാരെ, നിങ്ങൾ എന്ത് വിഡ്ഢിത്ത കാട്ടമാണ് ഈ ഇടയനെ ഇവിടെ ഭരിച്ചിരുത്തി? ഇയാൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഇത്രയും വലിയ രാജസൂയം നടത്തിയിട്ട് നിങ്ങൾ അതിനെക്കൊണ്ട് നാശമാക്കണം. ഈ കൃഷ്ണന് എന്ത് യോഗ്യമാണ്? ഇയാൾ ജനിച്ച മുതൽ അമ്മയ്ക്ക് തുല്യമായ മുലപ്പാൽ കൊടുക്കുന്നത് അമ്മയാണ്. മുലപ്പാൽ ആര് കൊടുത്താലും അത് അമ്മയായി കണക്കാണ്. അങ്ങനെയുള്ള പൂതനയെ വധിച്ചു, പൂതനയോട് രക്തം കുടിച്ചു വധിച്ചു. അമ്മാവനെ ചവിട്ടി നിലത്ത് വെച്ച് മർദ്ദിച്ചു. ഇയാൾ സ്ത്രീകളല്ലാതെ വേറെ ആരെയും ഇയാൾക്ക് ഇഷ്ടമില്ല. അങ്ങനെയുള്ള സ്ത്രീകളാണെങ്കിൽ കൂടി ഗോപിമാർ കുളിക്കുന്ന സമയത്ത് അവർ വസ്ത്രങ്ങൾ വെച്ച് നഗ്നത കണ്ട് രസിച്ചു. ഇങ്ങനെ ഇത്രയും വൃത്തികെട്ടവനെ നിങ്ങൾ എങ്ങനെ ചെയ്യും എന്ന് ഒരുപാട് അധിക്ഷേപിച്ചു. ശ്രീകൃഷ്ണനെ മാത്രമല്ല, പാണ്ഡവരെ ഒരുപാട് അധിക്ഷേപിച്ചു. ഞാൻ ഇവിടെ കുറച്ച് പറയുന്നേ ഉള്ളൂ. വളരെയധികം കേൾക്കാൻ കൊല്ലാത്ത ഭാഷയും പറഞ്ഞു. അർജുനൻ ഇത് കേട്ട് ഗാന്ധീവം എടുത്തു, ഭീമൻ ഗതയെടുത്തു. കൃഷ്ണൻ രണ്ടുപേരെയും സമാധാനിപ്പിച്ചു, കിടക്കട്ടെ പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ അവസരം കൂടുന്തോറും കൃഷ്ണൻ്റെ കണ്ണുകൾ രക്തം പോലെ ചുവന്നുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് അദ്ദേഹം ധർമ്മപുത്ര പേടിച്ചുപോയി. ധർമ്മപുത്ര ഉടനെ ഭീഷണനോട് ചോദിച്ചു, മുത്തശ്ശ, ഇത് എന്താ നടക്കാൻ പോണ ഇവിടെ? എല്ലാവരും ഭയന്നു കഴിഞ്ഞു, എന്താ നടക്കാൻ പോണ? അപ്പോൾ അദ്ദേഹം സമാധാനിപ്പിച്ചു. ധർമ്മപുത്രേ, പുത്ര, നീ പേടിക്കണ്ട, ഇവിടെ നടക്കാൻ പോകുന്ന ഒരു വധമാണ്. അതായത് ശിശുപാലൻ മരിക്കാറുള്ള കാലമായി കഴിഞ്ഞു, അതിനുള്ളതാണ്, നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ശിശുപാലൻ ചാടി എണീച്ച് അവിടുന്ന് മയനാട് സഭാതലത്ത് നിന്ന് പുറത്ത് ചാടി.
ഇത്രയും വലിയ ആളെന്ന് പുറത്ത് ചാടിയിട്ട് പിന്നെയും അധിക്ഷേപങ്ങൾ തുടങ്ങി. കൃഷ്ണൻ കുറേ ക്ഷമിച്ചുകൊണ്ടിരുന്നു. അവസാനം തൻ്റെ സുദർശന ചക്രമെടുത്ത് അദ്ദേഹത്തെ കൊന്നു. സുദർശനം കൊണ്ട് അദ്ദേഹത്തെ കൊന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കൃഷ്ണൻ ധർമ്മം അല്ലാതെ അധർമ്മം ചെയ്തിട്ടില്ല എന്ന്. ആയുധം കയ്യിലില്ലാത്ത ഒരു രാജാവ് വായിൽ വന്നു പറഞ്ഞു അയാളെ കൊല്ലുന്ന അധർമ്മമല്ലേ ധർമ്മമാണോ നിങ്ങൾ ചോദിക്കാം. അധർമ്മം തന്നെയാണ്, പക്ഷേ ധർമ്മമാണ്. എന്തുകൊണ്ട്? രണ്ട് കാരണം. ഒന്ന്, പൂർവജന്മത്തിൽ ജയവിജയന്മാരുടെ ഒരു അവതാരമാണ് അദ്ദേഹം. ശ്രീകൃഷ്ണൻ്റെ കയ്യാൽ മരണപ്പെടണമെന്നും ഇതുണ്ട്. അപ്പോൾ അവർക്ക് മോക്ഷം കൊടുക്കണം, ഒരു ധർമ്മം. രണ്ടാമത്തെ ധർമ്മം എന്താണ്? ഇദ്ദേഹത്തെ കൊന്ന ശേഷം പുത്രന്മാരെ കൊണ്ട് മരണാടിയന്തരം എല്ലാം ഗംഭീരമായി കഴിപ്പിച്ച മഹാനാണ് ശ്രീകൃഷ്ണൻ. നമ്മളാരെങ്കിലും ചെയ്യോ? ഒരു ശത്രുവിനെ കൊന്നിട്ട് അയാൾക്ക് വേണ്ടതൊക്കെ നല്ല രീതിയിൽ കഴിക്കാൻ കൃഷ്ണൻ ചെയ്തില്ല. കൃഷ്ണൻ ധർമ്മമാണ് അവിടെയും ചെയ്തത്. മൂന്നാമത്തെ ധർമ്മം, ഇതിലെല്ലാം ഏറ്റവും വലിയ ധർമ്മം, ഇദ്ദേഹം അച്ഛൻ്റെ സഹോദരിയായ ശ്രുതസവസ്, അതായത് ധമഘോഷൻ എന്ന രാജാവ് വിവാഹം കഴിച്ച ശ്രുതസവസ് ശ്രീകൃഷ്ണൻ്റെ അച്ഛൻ്റെ സഹോദരിയാണ്. അവരുടെ പുത്രൻ കൂടിയാണ് ശിശുപാലൻ. ശിശുപാലൻ ജനിക്കുന്ന സമയത്ത് 4 കൈയും 3 കണ്ണുമായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ശ്രീകൃഷ്ണൻ അവരുടെ രാജധാനിയിൽ പോയ സമയത്ത് ഈ കുട്ടിയെ എടുത്ത് മടിയിൽ വെച്ചു. വാസ്തവത്തിൽ കൃഷ്ണനേക്കാളും വലുതാണ്, ശിശുപാലൻ കുറച്ച് വലുതാണ്. മടിയിൽ വെച്ച സമയത്ത് 4 കൈയും അപ്രത്യക്ഷമായി, കണ്ണും അപ്രത്യക്ഷമായി. അപ്പോൾ ഒരു അശരീരി കേട്ടു. ഈ കുട്ടിയുടെ കണ്ണും കൈകളും ഇങ്ങനെ കാണാതാവുമ്പോൾ ആര് മടിയിൽ വെച്ചോ അവരാൽ ഈ കുട്ടി വധിക്കപ്പെടും. അപ്പോൾ ഇവിടെ ആരാ വെച്ചത്? ശ്രീകൃഷ്ണൻ. അപ്പോൾ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെടും. ഈ സമയത്ത് ശ്രുതസവസ് അവിടെയുണ്ട്. അപ്പോൾ അതായത് അച്ഛൻ്റെ പെങ്ങളുടെ മകൻ, അച്ഛൻ്റെ പെങ്ങൾ. അവർ പറഞ്ഞു, മോനെ ഇത് എൻ്റെ മോനാണ്, എൻ്റെ ബന്ധു കൂടിയാണ്, അതുകൊണ്ട് നീ ഒരിക്കലും ഇവനെ കൊല്ലരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു വാക്ക് കൊടുത്തു, 100 അപരാധങ്ങൾ ഞാൻ പൊറുക്കും, 101 അപരാധത്തിന് മാത്രമേ കൊല്ലുള്ളൂ. ആ അമ്മയ്ക്ക് ശ്രുതസവസിന് വാക്ക് കൊടുത്തു. ആ വാക്ക് അവിടെ പാലിച്ചു. അതും അദ്ദേഹത്തെ ആദ്യം തന്നെ കൊല്ലാമായിരുന്നില്ലേ? ഈ എളുപ്പവിദ്യയല്ലേ ഈ കയ്യിൽ വെച്ച് ഈ ചരടങ്ങൾ അയക്കുന്ന, എന്തുകൊണ്ട് കൊന്നില്ല? അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചു. അതുമാത്രമാണോ അവിടെയല്ലേ ധർമ്മം ചെയ്ത്? അതുമാത്രമാണോ ധർമ്മം ചെയ്യുക? രാജസൂയം നടക്കുന്ന സ്ഥലത്ത് വെച്ച് കൊല നടന്നാൽ, ഒരു യുദ്ധം നടന്നാൽ എല്ലാം നാശവും ഇല്ലേ? അപ്പോൾ അവിടുത്തെ ധർമ്മം രക്ഷിക്കേണ്ടതും കൃഷ്ണൻ്റെ കടമയാണ്. അതുകൊണ്ടാണ് സഭാതലത്തിൽ വെച്ച് അദ്ദേഹത്തെ കൊല്ലാത്തത്. രാജസൂയാഗത്തിൻ്റെ പൂർണ്ണഭാഗം ആയിക്കഴിഞ്ഞു. സഭാതലത്തിൽ രക്തച്ചൊരിച്ചിലുണ്ടായാൽ ഇതെല്ലാം നശിക്കും. ഈ ചെയ്തതൊക്കെ ഹൃദയം. അവിടെയും ധർമ്മം രക്ഷിച്ചു അദ്ദേഹം. അദ്ദേഹത്തിന് അവിടെ വെച്ച് കൊല്ലാമായിരുന്നല്ലോ, എന്തുകൊണ്ട് കൊന്നില്ല? ഒരു പ്രയാസം, 1 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ, ചെയ്തില്ലല്ലോ. അതുകൊണ്ടാണ് അവിടെ കൊല്ലം. ഇദ്ദേഹം ശിശുപാലൻ മരിച്ച സമയത്ത് അവിടെ നിന്ന് ഒരു ജ്യോതി നേരെ വന്ന് ശ്രീകൃഷ്ണൻ്റെ ഹൃദയത്തിൽ വന്നു ചേർന്നു. അതായത് ജയവിജയന്മാരുടെ പൂർവ്വജന്മത്തിലുള്ള ഇതാണ്, 3ാമത്തെ ജന്മത്തിലാണ് ഇത്. ദന്തവക്തനും ശിശുപാലനും. അത് ശിശുപാല വധം കഴിഞ്ഞു. ഇനി ദന്തവക്ത വധത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അത് കിടക്കാം. അതിന് മുമ്പ് ഞാൻ ഒരിക്കൽ കൂടി പറയാം, ധർമ്മം രക്ഷിക്കാൻ വേണ്ടി കൃഷ്ണൻ അവതരിച്ചത് എല്ലാ രംഗങ്ങളിലും ധർമ്മത്തെ മാത്രമേ രക്ഷിച്ചിട്ടുള്ളൂ, അധർമ്മം അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് അടിച്ചു പറയാൻ കഴിയും. ഞാൻ വളരെയധികം എക്സാമ്പിൾസ് പറഞ്ഞുതരാം, പക്ഷെ വളരെ നീണ്ടു പോകുന്നുണ്ട്. ഈ യൂട്യൂബൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുക. ഇനി നമുക്ക് ദന്തവക്തനെ കൊന്നു, സാൽവനെ കൊന്നു, ഇതൊക്കെ നമുക്ക്
അടുത്തതിൽ കിടക്കാം. നമസ്കാരം, നന്ദി, എല്ലാവർക്കും നമസ്കാരം.